ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ പടമാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്, നിന്നെ ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ട്. സ്റ്റാറിംഗ് മാത്യു തോമസ്, റോഷൻ ഷാനവാസ് ആൻഡ് ശരത് സഭ. ഫീമെയിൽ ലീഡ്സിൽ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ഉണ്ട്, മെറിൻ ഫിലിപ്പ് ഉണ്ട്. ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് നൗഫൽ അബ്ദുള്ളയാണ്. നൗഫൽ അബ്ദുള്ളയുടെ ഒരു ഡയറക്ടറൽ ഡെബ്യൂ കൂടിയാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് ഈ പടം ഇഷ്ടമായിട്ടില്ല. വളരെ ഒരു ബ്ലാൻഡ് രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഡിറ്റക്റ്റീവ് ഏജന്റുമായിട്ട് വളരെയധികം റിസംബ്ലൻസും ആണ് എനിക്ക് ഈ പടത്തിൽ തോന്നിയത്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് അതാണ് എനിക്ക് മെയിൻലി ഫീൽ ചെയ്തത്. ആവറേജ് എന്ന് പറയുമ്പോൾ ഡയറക്ടേഴ്സിന്റെ അതൊരു എഫേർട്ടും ഇട്ടിട്ടില്ല എന്നല്ല, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്റ്റോറിയുടെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊന്നും അത്ര ക്രിസ്പായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആയിരുന്നു. സ്റ്റോറി ടെല്ലിംഗിൽ കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ പടത്തിന്റെ ഒരു രീതി മാറിപ്പോയേനെ. ഇത് വളരെയധികം ഡിറ്റക്റ്റീവ് വിജിലനായിട്ടാണ് എനിക്ക് റിസംബ്ലൻസ് തോന്നിയത്. കാരണം ഡിറ്റക്റ്റീവ് വിജിലന്റെ ഒരു ഫ്ലാറ്റ് ബ്ലാൻഡ് രീതി തന്നെയാണ് ഈ പടത്തിന്റെ അകത്തും വന്നത്. സ്റ്റോറിയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു വില്ലേജ്, ആ വില്ലേജിന്റെ അകത്ത് കുറെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്, ആ അതിന്റെ ഇടയിൽ ഇവിടെ കുതിരക്കാലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നു, വില്ലേജേഴ്സിനെ പേടിപ്പിക്കുന്നു. ഓൾസോ ഈ ഫിലിമിന്റെ അകത്തെ ക്യാരക്ടേഴ്സിനൊന്നും അത്ര വലിയ ഒരു ബാക്ക് സ്റ്റോറിയോ ഡെപ്തോ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ അകത്ത് മീനാക്ഷി ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടർ ഒരു ഡിറ്റക്റ്റീവ് നോവൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിന്റെ അകത്ത് പോർട്രേ ചെയ്യുന്നത്. പക്ഷെ ആ ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം ഒന്നും ഈ പടത്തിന്റെ അത് വേറെ എവിടെയും റിഫ്ലക്റ്റ് ആവില്ല. സ്റ്റാർട്ടിങ്ങിൽ അത് പറയുന്നതല്ലാണ്ട് പിന്നീട് ആ മൂവി പ്രോഗ്രസ് ചെയ്യുന്തോറും ആ ഒരു സ്കിൽസോ ആ ഒരു ഇഷ്ടമോ പിന്നെ എവിടെയും റിഫ്ലക്റ്റ് പോലും ചെയ്യുന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഇൻകൺസിസ്റ്റൻസി ആണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയായിരിക്കും ഒരു സ്റ്റോറി ടെല്ലിംഗിൽ ഇൻകൺസിസ്റ്റൻസി എന്നുള്ളൊരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അത് മീനാക്ഷി ഉണ്ണികൃഷ്ണനും മാത്യു തോമസും തമ്മിലുള്ള ലവ് ആംഗിൾ ഉണ്ട്. ഇവിടെ ലവ് സ്റ്റോറിക്ക് ഈ ഫിലിമിന്റെ കഥയ്ക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഹൊറർ മൂഡ് കൂടിയാണ് ഈ ഫിലിമിൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിന്റെ സൗണ്ട് ഡിസൈൻ കൊള്ളാമായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വാസ് ഓൾസോ ഗുഡ്. സൗണ്ട് ഡിസൈൻ കൊള്ളാം എന്ന് ഞാൻ പറയാൻ കാരണം, ഇതിന്റെ ഒരു സീൻ ഉണ്ട്, വേറെ ഇവരൊരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. ആ സമയത്ത് ആ ചായക്കടയുടെ നടക്കുന്ന കുറെ തിക്കും തിരക്കും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കേൾക്കാമായിരുന്നു. അത് അങ്ങനത്തെ കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഫിലിമിന്റെ അകത്തുണ്ട്. ഇനി ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നേഹ നായരും യക്സ ഗ്യാരി പെരേരയുമാണ്. ഫേമസ് ഫോർ യോബിന്റെ പുസ്തകം. ആ പാട്ടുകൾക്ക് ഇപ്പോഴും എന്റെ പ്ലേലിസ്റ്റിലുണ്ട്. പക്ഷേ ഈ ഫിലിമിന്റെ സോങ്സ് കൊള്ളാമെങ്കിലും അത്ര വലിയ ഓർത്തിരിക്കാനോ ഓർമ്മയിൽ നിൽക്കുന്ന പോലത്തെ രീതിയിലുള്ള പാട്ടുകളോ കാര്യങ്ങളൊന്നും ഈ ഫിലിമിന്റെ അകത്തില്ല. പിന്നെ ഈ ഫിലിമിനെ എന്തിനാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്നൊരു പേര് ഓർത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു ഹൈ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു പടം തന്നെയാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. തോട്ടുകൻ നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് എനിക്ക് വളരെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ചില സമയത്ത് ചില പടങ്ങൾ ഇറങ്ങില്ലേ, തിയേറ്ററിൽ പോയി കണ്ടാലും കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ജോറിൽ പെടുത്താൻ പറ്റുന്ന ഒരു പടമാണ് നൈറ്റ് റൈഡേഴ്സ്. സോ ദാറ്റ്സ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് ഫോർ യു. ടേക്ക് കെയർ.